ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് അനുമോളുടെ വീട്ടുകാർ പറഞ്ഞ ചില കാര്യങ്ങളെ പറ്റിയാണ്. കടം വീട്ടാൻ വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് അനുമോൾ വന്നതെന്നാണ് അനുമോൾ പറയുന്നത്. അനുമോൾക്ക് വിജയ സാധ്യത അടുത്തിരിക്കെ കാര്യങ്ങൾ കുറെ മാറി മറിയാൻ സാധ്യതയുണ്ട്. അനുമോളും കുടുംബവും പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ഈ നിലയിലേക്ക് എത്താൻ വേണ്ടി കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ടുവെന്നും ഇത് പ്രേക്ഷകർ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അനുമോളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നത്. 2 നില വീടാണ് അനുമോൾക്കുള്ളത്. ഒപ്പം 2 കാറുകളുമൊക്കെ ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. എന്നാൽ ഈ ഒരു രീതിയിൽ ജീവിക്കുന്ന അനുമോളെക്കാളും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഹൗസിലുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നെവിന്റെ കാര്യം തന്നെയാണ്. സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്നവരാണ് അനുമോൾ എന്ന് സ്വയം അനുമോൾ പറയുമ്പോൾ, വർഷങ്ങളായി ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ താരമൂല്യമുള്ള ഒരു സ്റ്റാറും കൂടിയാണ് അനുമോൾ എന്ന് ഓർക്കണം. എന്നിട്ട് എന്തിന് കഷ്ടപ്പാടുകൾ മാത്രം പറയുന്നതെന്ന് എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, അനുമോളെക്കാളും സാമ്പത്തിക പ്രയാസമുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് അവിടെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു. അനുമോളും കുടുംബവും വോട്ടിന് വേണ്ടി സിമ്പതി കാർഡ് ഇറക്കി കളിക്കുകയാണെന്നുള്ള വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള സായി കൃഷ്ണ അനുമോളെ കുറിച്ച് തുറന്നു പറഞ്ഞത്. ഒന്നും ഉണ്ടാക്കാതെ ഫ്രീ ആയിട്ടാണോ എല്ലാ പണിക്കും ഇത്രയും കാലം പോയത് എന്നാണ് നമ്മുടെ സായി കൃഷ്ണ ചോദിക്കുന്നത്. അതൊക്കെ ചുമ്മാ അടിച്ചുവിടുന്നതാണെന്നാണ് നമ്മുടെ സായി കൃഷ്ണ ഇപ്പോൾ പറയുന്നത്. സ്റ്റാർ മാജിക്കിൽ ഒരു ദിവസം ഒരാളുടെ പ്രതിഫലം എത്രയുണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഒരു ഉദ്ഘാടനത്തിന് പോയാൽ പോലും ചുരുങ്ങിയത് ഒരു 50,000 രൂപയെങ്കിലും വാങ്ങുമെന്നാണ് സായി കൃഷ്ണ പറയുന്നത്. നാടുനീളെ ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയിട്ടുള്ളതാണല്ലോ അനുമോൾ. എന്നിട്ട് ഒരുപാട് സമ്പാദിച്ചിട്ടുള്ളതാണല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ പണമില്ലാത്തതിനെ പറ്റിയൊക്കെ പറയുന്നതെന്നാണ് ഇപ്പോൾ സായി കൃഷ്ണയും അതുപോലെ തന്നെ പ്രേക്ഷകരും ചോദിക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.